വെൽക്കം ടു സുനിതാസ് വേൾഡ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ ആശംസകൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളയപ്പവും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയാണ്. ഈ വെള്ളയപ്പത്തിന് ഞാൻ കപ്പി കാച്ചുന്നില്ല, പകരം ചോറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 6 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ പച്ചരി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ടിപ്പ് പറയാം. ഈ തേങ്ങയുടെ വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ വെള്ളം കളയണ്ട, അത് ഇതിനകത്ത് നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ പച്ചരിയും തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ബാക്കി വന്ന പച്ചരി, അതുപോലെ തന്നെ തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 6-7 കഷ്ണം വെളുത്തുള്ളി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് ഈ തേങ്ങയുടെയും ചോറിൻ്റെയും ഒക്കെ താഴെ നിൽക്കത്തക്കവണ്ണം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ബാക്കി വന്ന തേങ്ങയിലേക്ക് നമുക്കിനിയും 1 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈസ്റ്റ് കലക്കി ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്ത് വെക്കുന്നതെങ്കിൽ അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതല്ല ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അരച്ചെടുത്താലും മതി. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ മാവെല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊരു തവി ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ, നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 5-6 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഇവിടെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പൊട്ടറ്റോ, ക്യാരറ്റ്, കോളിഫ്ലവർ, ഗ്രീൻപീസ്, ബീൻസ് ഏത് വേണമെങ്കിലും നമുക്ക് മിക്സ് ആയിട്ടിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും മാത്രമാണ് ഇടുന്നത്. ഇതിലേക്ക് ഞാൻ 2 സവോള ചേർക്കുന്നുണ്ട്. 2 സവോള അരിഞ്ഞ് ചേർക്കുക. അതിലേക്ക് ഒരു എരിവിന് ആവശ്യമായ പച്ചമുളക്. അപ്പോൾ ഇവിടെ ഞാനൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം കറിവേപ്പില ഇതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴന്ന് കഴിഞ്ഞു. അതിലേക്ക് നമുക്കിനി ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കണം. അതായത് ഞാനിവിടെ 4 പൊട്ടറ്റോയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നമുക്ക് ഈ വെജിറ്റബിൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 10 കാഷ്യൂനട്ട്, ചെറിയ ഉള്ളി ഒരു 2-3 കഷ്ണം, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില, 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഏലക്ക 3, ഗ്രാമ്പു 3, കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം, അതുപോലെ തന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ വഴണ്ട് വന്നിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. നമുക്ക് ഒരല്പം പെരിഞ്ജീരകപ്പൊടി ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. അതും ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ എനിക്ക് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അപ്പം റെഡിയാക്കി എടുക്കുന്ന ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാനിവിടെ ഉണ്ടാക്കിയ ആ വീഡിയോ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമയും അതുപോലെ തന്നെ വെള്ളയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.